Good morning students. We are going to discuss about the topic HPLC or high performance liquid chromatography. So what is HPLC? HPLC is a form of liquid chromatography that used to separate compounds that are dissolved in solution. So in HPLC we apply high pressure to the mobile phase to push a column of stationary phase and separate the mixture to the stationary phase with high resolution. So a high pressure is applied for the separation of the sample to the stationary phase and with a high resolution. So the HPLC instrument consists of a reservoir of mobile phase, a pump, an injector, a separation column and a detector, and the compounds are separated by injecting the sample onto the column. The different component in mixture pass through the column at differentiates due to the difference in their partition coefficient between mobile phase and stationary phase. The mobile phase must be degassed to eliminate the formation of air bubble. So the HPLC is a type of liquid chromatography, and in HPLC we apply high pressure to separate the sample to the stationary phase with a high resolution, and the parts of the HPLC include a mobile phase, a pump, an injector, a separation column and a detector, and the compounds which has to be separated or the sample has to be injected into the column, and the different components in the sample separates on the basis of the partition coefficient, and the mobile phase must be degassed to eliminate the formation of air bubbles. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്രോമറ്റോഗ്രഫിയാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അല്ലെങ്കിൽ HPLC. അപ്പോൾ HPLC എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയാണ്. അപ്പോൾ HPLCൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ HPLC നമ്മൾ ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേഷനറി ഫേസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഹൈ പ്രഷർ നമ്മൾ മൊബൈൽ ഫേസ് ഹൈ പ്രഷർ നമ്മൾ മൊബൈൽ ഫേസിലേക്കാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹൈ പ്രഷറിൽ നമ്മൾ മൊബൈൽ ഫേസിനെ സ്റ്റേഷനറി ഫേസിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ ഹൈ പ്രഷറിലായിരിക്കും മൊബൈൽ ഫേസ് ഉണ്ടാകുക. അപ്പോൾ ഈ ഹൈ പ്രഷറിലുള്ള മൊബൈൽ ഫേസ് സ്റ്റേഷനറി ഫേസിലൂടെ പാസ് ചെയ്യുമ്പോൾ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനം സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹൈ പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഹൈ പ്രഷർ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക, മൊബൈൽ ഫേസിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഹൈ പ്രഷറിലുള്ള മൊബൈൽ ഫേസ് സ്റ്റേഷനറി ഫേസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഹൈ റെസൊല്യൂഷനിലാണ് സാമ്പിൾസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ HPLCൻ്റെ പാർട്സാണ് എന്തൊക്കെ, മൊബൈൽ ഫേസ് ഉണ്ടാവും, പമ്പ് ഉണ്ടാവും, പിന്നെ ഇഞ്ചക്ടർ ഉണ്ടാവും, സാമ്പിൾ കോളം ഉണ്ടാവും, ഡിറ്റക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാമ്പിൾ ഇഞ്ചക്ട് ചെയ്യേണ്ടത് കോളത്തിലേക്കാണ്. പിന്നെ ഇതിൽ സെപ്പറേഷൻ നടക്കുന്നത് പാർട്ടീഷൻ കോയിഫിഷ്യൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ മൊബൈൽ ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പിട്ട് അതിലുള്ള ഗ്യാസൊക്കെ റിമൂവ് ചെയ്യണം, ബബിൾ ഫോർമേഷൻ തടയാൻ വേണ്ടി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് HPLC? ദി പ്രിൻസിപ്പിൾ ഓഫ് HPLC ഈസ് ദി adsorption, and which is when a mixture of components are introduced into an HPLC column, they travel according to the relative affinity towards the stationary phase. The component which has more affinity towards the adsorbent travels slower, whereas the component which has less affinity towards the stationary phase travel faster. അപ്പം മറ്റേ ക്രോമറ്റോഗ്രഫിക്ക് യൂസ് ചെയ്ത അതേ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ HPLCൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ്റെ ബേസ് അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ്റെ ബേസിസിലാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പം സ്റ്റേഷനറി ഫേസിലുള്ള അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിനോടുള്ള അഫിനിറ്റീൻ്റെ ബേസിസിലാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതും അതേപോലെ തന്നെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്യാസ് ക്രോമറ്റോഗ്രഫി അതിലൊക്കെ സെപ്പറേഷൻ നടക്കുന്നത് സ്റ്റേഷനറി ഫേസിനോടുള്ള അഫിനിറ്റീൻ്റെ ബേസിസിലാണ്. അപ്പോൾ മൊബൈൽ ഫേസിനോട് അഫിനിറ്റി ഉണ്ടെങ്കിൽ, അത് മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ ആ കോമ്പോണൻ്റ് എന്ത് ചെയ്യും,
പെട്ടെന്ന് ട്രാവൽ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വരും. പക്ഷേ സ്റ്റേഷനറി ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, അത് സ്റ്റേഷനറി ഫേസിനോട് ബൈൻഡ് ചെയ്യും അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്യും, എന്നിട്ട് മെല്ലെയാണ് സെപ്പറേറ്റ് ചെയ്ത് വരിക. ഇപ്പോൾ പ്രിൻസിപ്പിൾ SPLCൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോപ്ഷൻ ആണ്. അപ്പോൾ അത് സ്റ്റേഷനറി ഫേസിനോടുള്ള അഫിനിറ്റീൻ്റെ ബേസിസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫേസിനോട് റൺ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വരും. പക്ഷേ ആ കോമ്പോണൻറ്റിന് അല്ലെങ്കിൽ സാമ്പിളിന് സ്റ്റേഷനറി ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അത് അവിടെ ബൈൻഡ് ചെയ്ത് അഡ്സോർബ് ചെയ്ത് കുറേ സമയം എടുത്തിട്ടാണ് ഇല്യൂട്ട് ചെയ്ത് വരിക. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് HPLC? It is simple, rapid and reproducible. It is highly sensitive and it gives high performance. It is rapid and it is having high resolution and separation capacity. It is accurate and precise. And the stationary phase used in HPLC was chemically inert, and wide varieties of stationary phase are available. The mobile phase used also was chemically inert, and less requirement of mobile phase is in the development chamber. So there is less amount of mobile phase is required for HPLC, and you can easily recover the separated component, and there is easy visualization of separated components, and it has good reproducibility and repeatability. And this is an analytical technique important for validation of quality control studies. It is important for qualitative and quantitative analysis, and it is used for both analytical and proprietary purpose. So the advantages of HPLC are: first one, it is simple, rapid and reproducible. Next one, it is high sensitivity. It is highly sensitive. Its performance is high. Next one, it is rapid. Next advantage is that it is having high resolution, and it is next advantage is that it is accurate and precise. And the next advantage is that the stationary phase and mobile phase was inert, and it requires only less amount of mobile phase. Next advantage is that it can be easily recovered. The separated component can be easily recovered and visualized. It has good reproducibility and repeatability. It is used in quantitative and qualitative analysis. It is used both in analytical and proprietary purpose. So what are the components of HPLC? The components of HPLC are pump, injector, column, detector and data recording system. So what are the components of HPLC? Pump, injector, column, detector and data recording system. And this is the schematic diagram of HPLC. You can see a solvent reservoir and a pump to produce high pressure, a sample injector which injects sample into the HPLC tube, and the samples are separated in the HPLC, are detected by a detector, which data is passed into a processing unit. So there is a solvent reservoir from which the solvent is pumped to a high pressure pump where it creates a high pressure in the solvent. The sample is injected through sample injector to an HPLC tube, and separation of the component occurs in the HPLC tube, which can be detected by a detector, and the data can be transferred into a processing unit. First component of the HPLC is pump. A pump forces the mobile phase through the column at a much greater velocity, and the pump can be pneumatic, syringe type, reciprocating or hydraulic amplifier. The pneumatic pumps are used for pre-operative purposes. And the most widely used pump today is multi-head pump with 2 or more reciprocating piston. The pumps are designed in order to maintain a stable flow rate, avoiding pulsations even when the composition of mobile phase varies. So the first part of the HPLC is the pump. And what is the function of the pump? The function of the pump is to force the mobile phase at a greater velocity or at a greater speed than the normal gravitational flow, and it is available in different forms like pneumatic, syringe, etc. And the most widely used pump is the multi-head pump,
and the pumps are designed in order to maintain a stable flow rate. അപ്പം പമ്പാണ് ആദ്യത്തെ കോമ്പൗണ്ട്, അതായത് SPLCയിലെ ആദ്യത്തെ കോമ്പൗണ്ടാണ് പമ്പ്. അപ്പം പമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മൊബൈൽ ഫേസിനെ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ മൊബൈൽ ഫേസിനെ സ്റ്റേഷനറി ഫേസിലൂടെ പമ്പ് ചെയ്യലാണ് പമ്പിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ പമ്പിൻ്റെ നിങ്ങൾക്കറിയാം HPLCയിൽ എന്ത് വേണം? ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം മൊബൈൽ ഫേസിൽ. ഇപ്പോൾ SPLCൻ്റെ കേസിൽ മൊബൈൽ ഫേസിൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഹൈ പ്രഷർ കൊടുക്കുന്നത് ആരാണ്? പമ്പാണ്. അപ്പോൾ പമ്പ് എന്ത് ചെയ്യും? മൊബൈൽ ഫേസിനെ ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ സ്റ്റേഷനറി ഫേസിലൂടെ പമ്പ് ചെയ്യും. അപ്പോൾ സാധാരണ മൊബൈൽ ഫേസ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് താഴേക്ക് ആ സ്റ്റേഷനറി ഫേസിലൂടെ വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? പമ്പിൻ്റെ സഹായത്തോടു കൂടി ഹൈ വെലോസിറ്റിയിലാണ് നമ്മൾ മൊബൈൽ ഫേസിനെ സ്റ്റേഷനറി ഫേസിലൂടെ പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ക്രോമറ്റോഗ്രഫിയിലൊക്കെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഈ സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫേസ്, നമ്മൾ ആഡ് ചെയ്യുന്ന മൊബൈൽ ഫേസ് കോളത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഒരു പമ്പ് ഉണ്ട്. ആ പമ്പ് എന്ത് ചെയ്യും? ഈ മൊബൈൽ ഫേസിനെ ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ സ്റ്റേഷനറി ഫേസിലൂടെ പമ്പ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടി ഹെഡ് പമ്പാണ്. അപ്പോൾ പമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പമ്പ് ഈ സ്റ്റഡി ആയിട്ട് ഈ ഫ്ലോ റേറ്റ്, അതായത് ഈ മൊബൈൽ ഫേസിൻ്റെ ഹൈ വെലോസിറ്റിയിലുള്ള ഫ്ലോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യലാണ് പമ്പിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് HPLC is injector. The injector injects the liquid sample under high pressure and produce minimum band broadening and possible flow disturbances. ഇപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിക്വിഡ് സാമ്പിളിനെ കോളത്തിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലിക്വിഡ് സാമ്പിളിനെ ഹൈ പ്രഷറിൽ കോളത്തിലേക്ക് ആഡ് ചെയ്യുക. അതാണ് ഇഞ്ചക്ടറിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് ദ കോളം. ദിസ് കോളം columns are made up of smooth bore stainless steel or heavy walled glass tubing, and the hundreds of packed columns differ in size and packing are available from manufacturer. Example, column packing vary in size from 3 to 20 mm, with smaller particles used mostly for analytical separations and larger ones for proprietary separation. The most common material used for column packing is silica gel. So next is the column. The columns are usually made up of two materials. One is stainless steel and another is heavy walled glass. And the column packing size differ in each column. And then for smaller particles, the column is packed with smaller particles for analytical separation and larger particles for proprietary separator. The most commonly used method for column packing is silica gel. അപ്പോൾ HPLCൻ്റെ അടുത്ത കോമ്പൗണ്ടാണ് കോളം. അപ്പോൾ കോളം രണ്ട് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ, രണ്ടാമത്തത് ഹെവി വാൾഡ് ഗ്ലാസ്. അപ്പോൾ ഈ ഏതെങ്കിലും രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിലേതെങ്കിലും രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് കോളം ഉണ്ടാക്കുക. അപ്പോൾ കോളത്തിലുള്ള പാക്കിംഗ് സൈസ്, അതായത് കോളത്തിൽ പാക്ക് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ സൈസ് ഡിഫർ ചെയ്യും. ഇപ്പോൾ അനലിറ്റിക്കൽ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോളർ പാർട്ടിക്കിൾ സൈസിലുള്ള കോളാണ്. പക്ഷേ പ്രിപ്പറേറ്ററി പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജർ പാർട്ടിക്കിൾ സൈസുള്ള കോളാണ്. പക്ഷേ മോസ്റ്റ് കോമൺ മെറ്റീരിയൽ ഇൻ ദി കോളം ഈസ് സിലിക്ക ജെൽ. നെക്സ്റ്റ് ഈസ് ദി ഡിറ്റക്ടേഴ്സ്. ദി ഡിറ്റക്ടേഴ്സ് ആർ ഫോളോയിങ്: സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്, ഫ്ലൂറോമീറ്റേഴ്സ്, ഇലക്ട്രോകെമിക്കൽ ഡിറ്റക്ടേഴ്സ്, മാസ് സ്പെക്ട്രോമീറ്റർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് മെഷർ ചെയ്യുക? അബ്സോർബൻസ് ആണ് മെഷർ ചെയ്യുക. ഫ്ലൂറോമീറ്റർ ആണെങ്കിൽ ഫ്ലൂറസെൻസ് മെഷർ ചെയ്യും. ഇലക്ട്രോകെമിക്കൽ ഡിറ്റക്ടേഴ്സ് ആണെങ്കിൽ ഓക്സിഡൈസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സാമ്പിൾ മോളിക്യൂൾസിനെയാണ് മെഷർ ചെയ്യുന്നത്. മാസ് സ്പെക്ട്രോമീറ്റർ ആണെങ്കിൽ അയോൺസിനെയാണ് മെഷർ ചെയ്യുക, അതായത് അയോൺസിനെയാണ് ഡിറ്റക്ട് ചെയ്യുക ബേസ്ഡ് ഓൺ ദ മാസ് ടു ചാർജ് റേഷ്യോ. റിഫ്രാക്ടോമീറ്റർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിറ്റക്ഷൻ വേറെ വേറെയാണ്. അപ്പോൾ ഓരോന്നും ഡിറ്റക്ട് ചെയ്യുന്നത് വേറെ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അബ്സോർബൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഫ്ലൂറോമീറ്റർ ആണെങ്കിൽ ഫ്ലൂറസെൻസ് മെഷർ ചെയ്യും. ഇലക്ട്രോകെമിക്കൽ ഡിറ്റക്ടേഴ്സ് ആണെങ്കിൽ ഇലക്ട്രോകെമിക്കലി ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് അനലൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യും.
മാസ് സ്പെക്ട്രോമീറ്റർ ആണെങ്കിൽ മാസ് ടു ചാർജ് റേഷ്യോ വെച്ചിട്ട് അയോൺസിനെ ഡിറ്റക്ട് ചെയ്യും. പിന്നെ റിഫ്രാക്ടോമീറ്റർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിറ്റക്ട് ചെയ്യുക. ആൻഡ് ദർ ആർ mainly two types of chromatography HPLC. They are normal phase HPLC and reverse phase HPLC. അപ്പോൾ 2 ടൈപ്പ് HPLCs അവൈലബിൾ ആണ്. ഒന്ന് നോർമൽ ഫേസ് HPLC, രണ്ടാമത്തത് റിവേഴ്സ് ഫേസ് HPLC. ഇപ്പോൾ നോർമൽ ഫേസ് HPLC ആണെങ്കിൽ അഡ്സോർബൻ്റ് പോളാർ ആയിരിക്കും, ഇലുവൻ്റ് നോൺ പോളാർ ആയിരിക്കും. പക്ഷേ റിവേഴ്സ് ഫേസ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അഡ്സോർബൻ്റ് നോൺ പോളാർ ആയിരിക്കും, ഇലുവൻ്റ് പോളാർ ആയിരിക്കും. അപ്പോൾ നോർമൽ ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് ഫേസ്. അപ്പോൾ നോർമൽ ഫേസിലാണെങ്കിൽ അഡ്സോർബൻ്റ് പോളാറും ഇലുവൻ്റ് നോൺ പോളാറാണ്. റിവേഴ്സ് ഫേസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് അഡ്സോർബൻ്റ് നോൺ പോളാറും ഇലുവൻ്റ് പോളാറും ആയിരിക്കും. And the solvents used in mobile phase are hexane, heptane, cyclohexane, carbon tetrachloride, benzene, toluene, diethyl ether, chloroform, etc. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾവെൻറ്റ്സ് മൊബൈൽ ഫേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് ഈ പറയുന്നത്. പിന്നെ അഡ്സോർബൻറ്റ് യൂസ്ഡ് ഇൻ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്സോർബൻറ്റ്സ് നമുക്ക് സ്റ്റേഷനറി ഫേസിൽ പാക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ സിലിക്ക ജെല്ലാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അലൂമിനിയം യൂസ് ചെയ്യാം, സെലൈറ്റ് യൂസ് ചെയ്യാം, സെല്ലുലോസ് പൗഡർ യൂസ് ചെയ്യാം, അയൺ എക്സ്ചേഞ്ച്, സെല്ലുലോസ്, സ്റ്റാർച്ച്, ഇതൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് റിട്ടൻഷൻ ടൈം? ദി ടൈം ടേക്കൺ ഫോർ എ പെർട്ടിക്കുലർ കോമ്പൗണ്ട് ടു ട്രാവൽ ത്രൂ ദി കോളം ടു ദി ഡിറ്റക്ടർ ഈസ് നോൺ എസ് റിട്ടൻഷൻ ടൈം. അതായത് ഒരു സാമ്പിള് നമ്മൾ ഒരു കോളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സാമ്പിള് സെപ്പറേറ്റായി ഡിറ്റക്ടറിൽ എത്താൻ എടുക്കുന്ന ടൈമാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് ക്രോമറ്റോഗ്രഫി നടന്ന്, അതായത് സാമ്പിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ക്രോമറ്റോഗ്രഫി നടന്ന് ആ സെപ്പറേറ്റ് സാമ്പിൾ ഡിറ്റക്ടറിൽ എത്താൻ എടുക്കുന്ന ടൈമാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പിൾ ആഡ് ചെയ്തത് മുതൽ ആ സാമ്പിൾ സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ എത്തുന്ന ടൈം വരെയുള്ള ടൈമാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് കോളത്തിലൂടെ അത് സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ എത്തുന്ന ടൈമാണ് റിട്ടൻഷൻ ടൈം. ചുരുക്കി പറഞ്ഞാൽ ക്രോമറ്റോഗ്രഫി നടക്കാൻ എടുക്കുന്ന ടൈമാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. സാമ്പിൾ ആഡ് ചെയ്ത് ആ കോളത്തിലൂടെ ആ സാമ്പിൾ സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ എത്തുന്ന ടൈമാണ് റിട്ടൻഷൻ ടൈം, അല്ലെങ്കിൽ ക്രോമറ്റോഗ്രഫി നടക്കാനെടുക്കുന്ന ടൈം. So what are the applications of HPLC? HPLC is used in chemistry and biochemistry research for analyzing complex mixtures. It is used for purifying chemical compounds in quality control test. It is used for analyzing air and water pollutants. It can be also used for monitoring materials that may be geoparadise, occupational safety or health. It is used for monitoring pesticides levels in the environment. It is used to survey food and drug products. It is used to identify narcotics. It is used to determine the amount of chemical compounds found in pharmaceuticals. ഇപ്പോൾ HPLCൻ്റെ അപ്ലിക്കേഷനാണ് ഇത്. കെമിസ്ട്രിയിലും ബയോകെമിസ്ട്രിയിലും യൂസ് ചെയ്യുന്നത് മിക്സ്ചേഴ്സിൻ്റെ അനലൈസേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു മിക്സ്ചറിൻ്റെ അനലൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് HPLC യൂസ് ചെയ്യാം. പിന്നെ ക്വാളിറ്റി കൺട്രോളിന് യൂസ് ചെയ്യാം. പിന്നെ എയർ ആൻഡ് വാട്ടർ പൊല്യൂട്ടൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹ്യൂമൻ ഹെൽത്തിന് പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പെസ്റ്റിസൈഡ്സിൻ്റെ ലെവൽസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫുഡ് ആൻഡ് ഡ്രഗ് പ്രോഡക്ട്സിൻ്റെ അനാലിസിസ് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നർക്കോട്ടിക്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡ്രഗ്സിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് HPLC, it is high cost, it is highly complex, and it has low sensitivity for some compounds, and it has irreversibly absorbed compounds not detected, and co-elution difficult to detect. ഇപ്പോൾ HPLCൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് അതിൻ്റെ ഹൈ കോസ്റ്റ് ആയിരിക്കും, പിന്നെ കോംപ്ലക്സ് ആണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ, പിന്നെ ഇതിന് ചില കോമ്പൗണ്ട്സിനോട് സെൻസിറ്റിവിറ്റി കുറവായിരിക്കും.
പിന്നെ ഒരുമിച്ച് കോ ഇല്യൂഷൻ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് എന്ന് വെച്ചാൽ എന്താണ്, ചില കോമ്പൗണ്ട്സ് ഒരുമിച്ചാണ് ഇല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് വരിക. അത് ഒരേ സമയം ഇല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിൻ്റെ ഡിറ്റക്ഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് HPLCയിൽ. ബട്ട് താങ്ക് യു.